പാക്കിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പൂപ്പന്റെ പാക്കിംഗ് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ പോവാം. നമ്മൾ ഇംലിയുടെ ഗ്രാമത്തിൽ കറങ്ങാൻ പോവാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. അപ്പൂപ്പ, ഇതാണ് ഞങ്ങളുടെ ഗ്രാമം രാജ്പൂർ. വളരെ മനോഹരമായ ഗ്രാമമാണല്ലോ. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഹായ് മുത്തു, എന്തൊക്കെയുണ്ട്? ഐ മിസ്ഡ് യു. ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോഗി മുത്തുവാണ്. അവന് ഞങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. മുത്തു, മതിയടാ, വേഗം ചെല്ലകത്തേക്ക് പോ, അകത്തോട്ട് ചെല്ലടാ. ഓ, എന്ത് മനോഹരമായ ഗ്രാമം. ഇവിടെ ഓടാനും ചാടാനും ഒക്കെ എന്തുമാത്രം സ്ഥലമാ. അയ്യോ, രക്ഷിക്കണേ! ആരെങ്കിലും ഇതിനെ ഒന്ന് പിടിച്ചു മാറ്റ്. ഈ ഡോഗിയോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്ക്, അതിഥികളെ ഇങ്ങനെ മുത്തു ആരെയും കളിക്കാറില്ല. അവൻ നമ്മുടെ ചുൾബുള്ളിന്റെ കൂടെ കളിക്കുകയാണ്. ഇവിടുത്തെ ഭക്ഷണത്തിന് തന്നെ പ്രത്യേക ടേസ്റ്റാണ്. വളരെ ഫ്രഷും സ്വാദിഷ്ടവുമായ കറികൾ. ഈ ഗ്രാമത്തിലെ ക്യാരറ്റിന് നല്ല ടേസ്റ്റ് ആണ്. ഇത് ഞങ്ങളുടെ തന്നെ പാടത്തുണ്ടായതാണ്. മുതലാളി, ലല്ലൻ കൊള്ളക്കാരൻ വന്നിട്ടുണ്ട്. ഓ നോ, ഇവൻ എന്തിനാണ് ഇപ്പോൾ വന്നത്? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? ആര് വന്ന കാര്യമാണ്? അത് ലല്ലൻ കൊള്ളക്കാരനാണ്. ഇയാള് കാരണം ഗ്രാമത്തിലുള്ളവരെല്ലാരും കഷ്ടത്തിലാണ്. എല്ലാ മാസവും വന്ന് അന്യായമായി കാശ് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകും. നിങ്ങൾ എന്തിനാ അവർക്ക് കൊടുക്കുന്നത്? പണം കൊടുത്തില്ലെങ്കിൽ അയാൾ ആളുകളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകും, മൃഗങ്ങളെയും പിടിച്ചുകൊണ്ടു പോകും. വളരെ ഭയങ്കരന്മാരായ കൊള്ളക്കാരാണവർ. പോലീസിന് പോലും അവരെ ഒന്നും ചെയ്യാനാകില്ല. വരൂ, നമുക്ക് പുറത്തു പോയി നോക്കാം. കുട്ടികളെ, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നാ മതി. ഞങ്ങളൊന്ന് പുറത്തു പോയി നോക്കട്ടെ. ലല്ലൻ ചേട്ടാ, ഇത് തെറ്റായ കാര്യമാണ്. ഇത്തരത്തിൽ നിങ്ങൾ ഈ ഗ്രാമത്തിലുള്ളവരെ ദ്രോഹിക്കുന്നത് ഒട്ടും ശരിയല്ല. എല്ലാവരും ജോലി ചെയ്താണ് കാശ് സമ്പാദിക്കേണ്ടത്. ഇതാരാ ഈ ഗ്രാമത്തിൽ പുതിയൊരു മുഖം വന്നിരിക്കുന്നത്? വരൂ വീർ, വന്നു പഴങ്ങൾ കഴിക്കൂ. ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് പഴങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൂപ്പൻ ക്യാരറ്റ് വാങ്ങിയില്ലേ? അയ്യോ സോറി ചുൾബുൾ, ഞാൻ ക്യാരറ്റ് കൊണ്ടുവരാൻ മറന്നുപോയി. വൈകിട്ട് നിനക്ക് ഞാൻ വാങ്ങിത്തരാം. വൈകുന്നേരം പറ്റൂലേ അപ്പൂപ്പ? നമ്മളൊക്കെ ഇപ്പൊ ഗോവയ്ക്ക് പോവല്ലേ? ബസ് ഇതേ ഇപ്പൊ എത്തും. അതെ അപ്പൂപ്പ, നല്ല രസമായിരിക്കും. നമ്മുടെ എല്ലാ ഫാമിലീസും ഒരുമിച്ചിട്ട് ഗോവയ്ക്ക് പോവില്ലേ? അതിന് തരൂ അപ്പൂപ്പ, പഴങ്ങൾ ഞാൻ കഴിക്കട്ടെ. ജിൻഡു, വഴിയിലിങ്ങനെ പഴത്തൊലിയൊന്നും കൊണ്ടുപോയിടാൻ പാടില്ല. ആരെങ്കിലും തന്നെ വീണാലോ? വേഗം പോയി അതെല്ലാം എടുത്തോണ്ട് വാ. ഒന്നവിടെ നിൽക്കൂന്നേ. വണ്ടിയുടെ അച്ഛാ, എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോ. എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ഗോവയ്ക്ക് പോകുമ്പോ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാംന്നേ. എന്തായി സംഭവിക്കുന്നത്? ഇത്രയ്ക്ക് തിരക്കായിരുന്നെങ്കിൽ കാർ എടുത്തു പോയിക്കൂടായിരുന്നു. ഭാഗ്യം വണ്ടി നിർത്തി. അതെ ചേട്ടാ, ചേട്ടൻ എങ്ങോട്ടാ പോകണ്ടേ? ഒരു 4 കിലോമീറ്റർ അപ്പുറം തന്നെ ഇറക്കി വിട്ടാ മതിയെന്നേ. കേറിക്കോളൂ. വളരെ നന്ദി.
അപ്പൂപ്പ ഇതെന്താ ഈ ബോട്ടിലിനകത്ത്? മോനെ, ഇതിലൊരു ടോണിക്കാണുള്ളത്. ഈ ടോണിക് ഒരു പ്രത്യേക തരം ടോണിക്കാണ്. ഇത് നമ്മുടെ നാടിനെ കാക്കുന്ന സൈനികർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ ടോണിക് കുടിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെയും പവർ അവരുടെ ശരിക്കുള്ള പവറിനേക്കാൾ 100 മടങ്ങ് വർദ്ധിക്കുന്നതാണ്. അങ്ങനെ അവർ വളരെ ശക്തിശാലികളായി മാറും. ഇത് കൊള്ളാലോ, ഇതൊരു അടിപൊളി ടോണിക്കാണല്ലോ. അപ്പൂപ്പ, ഞാൻ ഈ ടോണിക് ഒന്ന് കുടിച്ചു നോയിക്കോട്ടെ? എന്റെ ചുൾബുള്ളെ, നീ ഓൾറെഡി നല്ല ആരോഗ്യവാനും ശക്തിമാനുമല്ലേ. നിനക്കപ്പോൾ ഈ ടോണിക്കിന്റെ ആവശ്യമില്ലല്ലോ. നിന്റെ നാച്ചുറൽ പവർ തന്നെ ധാരാളമാണ്. ഓക്കേ ഓക്കേ അപ്പൂപ്പ. ഇനി ഞാനെങ്ങാനും ആ ടോണിക്ക് കുടിച്ച 100 മടങ്ങ് ശക്തിയുള്ളവരായി മാറും. 100 മടങ്ങ്. സ്വപ്നത്തിൽ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ശരിക്കും അപ്പൊ എന്ത് നല്ലതായിരിക്കും. ആ ടോണിക്ക് ഞാൻ കുടിക്കുവാണെങ്കിൽ ശരിക്കും ഞാൻ കാട്ടിലെ രാജാവായി മാറും. എന്റെ പൊന്നു മോനെ, ഞാൻ നിനക്ക് മറുപടി തരേണ്ട ഒരാവശ്യവുമില്ല. ഇന്നു മുതൽ ഞാനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മറ്റുള്ളവർ അതിന് ഉത്തരം നൽകണം. കാരണം ഞാനാണ് ചുൾബുൾ ദ കാട്ട് രാജാവ്. എന്നെ ഇത്ര നാളെ ചൊറിഞ്ഞവന്മാർക്കെല്ലാം നല്ല പണി കൊടുക്കണം. കാട്ടിലെ രാജാവ് വരുമ്പോൾ പ്രജകളെല്ലാം രാജാവിനെ സല്യൂട്ട് ചെയ്യണം. അപ്പൊ നീ ഇവിടെ നിന്ന് പച്ചക്കറി വിൽക്കുന്നോ? എടാ മൂടാ, മടയാ, മൊട്ടത്തലയം കുള്ള, വേഗം പോ ഇവിടുന്ന്. നീ എന്തായി ചെയ്യുന്നത്? എടാ ചുൾബുൾ, നീ എന്തായി ചെയ്തെന്ന്? നീ തിരിച്ചു വാ, നിന്നെ കാണിച്ചു തരാം. നിന്റെ ചുൾബുൾ എന്റെ പച്ചക്കറി ഒക്കെ എടുത്ത് താഴെ ഇട്ടു. എനിക്ക് നഷ്ടമായ കാശൊക്കെ നീ തന്നെ എനിക്ക് തരണം. എടേ വേഗം കാശെടുക്കേ. അത് അങ്കിൾ, ഞാൻ അപ്പൂപ്പന്റെ അടുത്തുനിന്ന് കാശ് വാങ്ങിച്ചേരാം. ചുൾബുളിന് തീരെ സുഖമില്ല. ഞാൻ അവനെ പോയി പിടിച്ചോണ്ട് വരട്ടെ. കൊള്ളാം, എന്ത് നല്ല കാച്ചായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും കാക്കകളുടെ കാച്ചിങ് പവർ അടിപൊളിയാ. എന്നാൽ ഈ കാക്കകളെല്ലാം എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? അവര് ബഹളം വെക്കല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാ. അവരുടെ സംസാരം നമുക്ക് ബഹളമായി തോന്നുന്നതാ. നീ പറഞ്ഞത് ശരിയാവി. എല്ലാ ആനിമൽസും ബേർഡ്സും പ്രാണികൾ പോലും തമ്മിൽ സംസാരിക്കാറുണ്ട്. ഇന്നെ പിടിച്ചോ. ഇന്ന് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇന്ന് ജോഗിങ് ചെയ്തത് കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. നാളെ കുറച്ച് അധികം ചെയ്യണം. രാവിലെ തന്നെ അയാൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചോണ്ട് പോകുന്നത് കണ്ടില്ലേ? വരൂ. ഇത്രയധികം കാക്കകൾ ഇപ്പൊ ഇത് എവിടുന്ന വന്നത്? എനിക്ക് നാളെ എക്സ്ട്രാ ജോഗിങ് ചെയ്യാനുള്ളതാണ്. ഇന്ന് വേണ്ട. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇവൻ വേണേ ഓടിക്കോ മിസ്റ്റർ ചട്ട. Mad Max is mad. Very, very mad. You're genius, boss. Mona, you are right. ഞാനൊരു ജീനിയസ് ആണ്. നീ ഇപ്പൊ കണ്ടോളൂ എന്റെ സൂപ്പർ ഡ്യൂപ്പർ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ചെയ്ത കാര്യങ്ങൾ. വേഗം ചെല്ലു. ചെന്ന് ഞാനുണ്ടാക്കിയ എല്ലാ ബലൂണുകളും എടുത്തുകൊണ്ട് വരോ. ഓക്കേ, കൊണ്ടുവന്നു ബോസ്. ഇതാണ് അങ്ങയുണ്ടാക്കിയ ബലൂണുകൾ. ഇനി പറയൂ, എന്താണ് ചെയ്യാൻ പോകുന്നത്? വളരെ ആലോചിച്ചു വേണം പറയാൻ. ബോസ്, എനിക്കെല്ലാം മനസ്സിലായി. നമ്മൾ ഇന്നു മുതൽ ബലൂൺ കച്ചവടം തുടങ്ങാൻ പോവുകയാണ്. അതല്ലേ ബോസ്? നമ്മൾ ബലൂൺ വിൽക്കാൻ വേണ്ടി പോവുകയല്ലടാ മണ്ടത്തലയാ. ഈ ബലൂണുകൾക്ക് മുകളിൽ ബോംബുകളുണ്ട്. മാത്രമല്ല ബലൂണുകൾക്കുള്ളിൽ ഗ്യാസുമുണ്ട്. നീ ഇത് കൊണ്ടുപോയി ഫുർസത്ത് ഗഞ്ചിൽ വെക്കണം. എന്നിട്ട് ദൂരെ പോയി നിന്ന് റിമോട്ട് കൊണ്ട് ഈ ബോംബുകൾ പൊട്ടിക്കണം. നിങ്ങൾ ജീനിയസ് ആണ്, സൂപ്പർ ഡൂപ്പർ ജീനിയസ് ആണ് ബോസ്. ലാസ്റ്റ്
കൊണ്ട് ബലൂണുകളും പൊട്ടും. അപ്പോൾ അതിലുള്ള ഗ്യാസ് നഗരം മുഴുവനും വ്യാപിക്കും. നീ പറഞ്ഞത് ശരിയാണ് മോന. എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. ഒരു റോബോട്ട് മാത്രമേ അവശേഷിക്കുകയുള്ളൂ. ആ ഗ്യാസ് ആ റോബോട്ടിന്റെ ശരീരത്തിൽ ഏൽക്കുകയില്ല. അപ്പോ പിന്നെ അവനെ പിടിക്കാൻ വളരെ എളുപ്പമാണ്.